നമ്മൾ പോകുന്നത് മഹേന്ദ്രയുടെ XUV3XO എന്ന് പറഞ്ഞ മോഡൽ വണ്ടി ഇന്ന് ലോഞ്ചിങ് ആണ്. 6 മണിക്കാണ് ലോഞ്ചിങ് ആക്ച്വലി പറഞ്ഞത്. ഇപ്പം തന്നെ 5:45 ഇപ്പം അങ്ങോട്ടേക്ക് പോവാണ്. ബാക്കി അവിടെ ചെന്ന് കാണാം. നമ്മുടെ ഫ്രണ്ടിൽ ഹെഡ് ലാമ്പ്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ലുക്ക് കൂടുതലാണ് മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത്. LED ആണ് വരുന്നത്. ഹെഡ് ലാമ്പ്സ് ആണെങ്കിൽ DRLs ആണ് അത്യാവശ്യം നല്ലൊരു ലുക്കിന് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ വണ്ടിയുടെ സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ലുക്കിനാണ് സൈഡിൽ നിന്ന് നമുക്ക് വന്നത്. നമ്മുടെ നമുക്ക് പറയുന്നത് ടയർ സൈസ് നോക്കി വെച്ചാൽ 205/65 ആണ് ടയർ സൈസ് വരുന്നത്. MRF ആണ് കമ്പനി വരുന്നത്. നമ്മുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 201 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. നമ്മുടെ കാണാം 201 mm ആണ് വരുന്നത്. പിന്നെ അവരുടെ ബാക്കിൻ്റെ ലുക്കാണെന്ന് വെച്ചാൽ നല്ല ലുക്കാണ് ബാക്കിൽ വരുന്നത്. നമ്മുടെ ഡിക്കി വരുന്നത് അത്യാവശ്യം നല്ലൊരു ലഗേജ് കയറിയാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ കാണാം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്ക് സൈഡിൽ വന്നിട്ട് അത്യാവശ്യം നല്ലൊരു വയനാട്ടിലുള്ള ഡിക്കിയാണ് വരുന്നത്. നമ്മുടെ കാണാം ഇവിടെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ബ്ലാക്കാണ് കുറച്ചും കൂടി അടിപൊളി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ബ്ലാക്കും ഗോൾഡനും കുഴപ്പമില്ല. പക്ഷേ വൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പേഴ്സണലി. ബ്ലാക്കും ഗോൾഡും അത്യാവശ്യം നല്ലൊരു പെയിൻറ്റ് ക്വാളിറ്റിയുടെ നല്ലൊരു റോഡ് പ്രസൻ വേണ്ടിയായിരുന്നു. പിന്നെ എൻ്റെ വണ്ടിയുടെ സൺറൂഫ് നോക്കാനാണ് അത്യാവശ്യം നല്ലൊരു സൺറൂഫിന് വരുന്നത്. സൺറൂഫ് കൺട്രോൾ സ്വിച്ചും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി ഓൺ നോക്കാൻ പറ്റും. ഓക്കെയാണ്. പിന്നെ നമ്മുടെ ക്രൂയിസ് കൺട്രോളും കാണാം റൈറ്റ് സൈഡിൽ. പിന്നെ ട്രിപ്പ് റീസെറ്റ്, വോളിയം ഓൺ ബട്ടൺ, പിന്നെ നമ്മൾ കോളൊന്നും എടുക്കാൻ പറ്റുന്ന ബട്ടൺസും കാര്യങ്ങളൊക്കെ കാണാം. വോളിയം അപ്പ് ഡൗൺ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ കാണാം. പിന്നെ ഹസാർഡ് വരുന്നുണ്ട്. പിന്നെ AC കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മീറ്ററും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ലൊരു ഗുഡ് മീറ്റർ തന്നെയാണ് വരുന്നത്. മീറ്റർ കൺസോൾ അവിടെ കാണാം. നല്ലൊരു മീറ്റർ കൺസോൾ തന്നെ വരുന്നത്. പിന്നെ ഇതിൻ്റെ വലിയൊരു ഇൻഫോർമേറ്റീവ് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ സീറ്റ് വന്നിട്ട് നല്ലൊരു കംഫോർട്ടാണ് ഇരിക്കാനാണ് അത്യാവശ്യം നല്ലൊരു കംഫോർട്ട് തന്നെയാണ് സീറ്റിൻ്റെ അകത്തുള്ളത്. അത്യാവശ്യം നല്ലൊരു കംഫോർട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ ഡാഷും കാര്യങ്ങളൊക്കെയാണ് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി തന്നെ ചെയ്യുന്നുണ്ട്. ഭയങ്കര അത്യാവശ്യം നല്ലൊരു ഗുഡ് ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. സൈഡ് മിററാണെങ്കിലും അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റിയാണ്. അപ്പോൾ ഞാൻ വണ്ടിക്ക് എക്സ്ഷോറും പ്രൈസ് വന്നിട്ട് നമ്മുടെ വണ്ടിയുടെ പ്രൈസ് വരുന്നത് 60 lakhs അറൗണ്ടാണ് നമ്മുടെ വണ്ടിയുടെ പ്രൈസ് വരുന്നത്, ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ വണ്ടി CC വൈസ് ഒക്കെ 1.2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. സോ ഗൈസ്, നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.